എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞാൻ JK തുമ്പക്കാരൻ. ഒരു കൗതുകമുള്ള ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. എനിക്ക് വീട്ടിലെ ഫ്രിഡ്ജ് റിപ്പയറായി. ഞാൻ മെക്കാനിക്കിനെ വിളിച്ചു. അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു ആഫ്റ്റർ 2 അവർ മെക്കാനിക്ക് എത്തുകയും ചെയ്തു. ഒപ്പം ഒരു കൊച്ചു കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ജന എന്നൊരു മോള്. ഞാൻ മെക്കാനിക്കിൻ്റെ മോളാന്ന് പറഞ്ഞു. ഓക്കെ, ഗുഡ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് കാണിച്ചു കൊടുത്തു. എനിക്കെന്തൊരു കോൾ വന്ന് ഞാൻ സംസാരിക്കാമെന്ന് മാറിപ്പോയി. തിരിച്ച് വന്നപ്പോൾ ഈ മോള് ഫ്രിഡ്ജിൻ്റെ അടിയിൽ ഇങ്ങനെ നോക്കിയാണ്. എന്നാൽ ഒരു ചെറിയൊരു ബാഗും ഉണ്ട് ഈ കുട്ടിക്ക്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, പേര് അഞ്ജന. ഞാൻ ചോദിച്ചു, മോൾ എന്താ നോക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അവളെൻ്റെ വയറെന്തെങ്കിലും ബ്രേക്കായി പോയോ എന്ന് നോക്കുകയാണെന്ന് ചെക്ക് ചെയ്യാമെന്ന്. അറിയുമെന്ന് വെച്ചാൽ അറിയുമെന്ന് പറഞ്ഞു. അതെങ്ങനെ? എന്നോടൊപ്പം സ്കൂളില്ലാത്ത ദിവസം ഞാൻ വർക്കിന് പോകുമ്പോൾ എന്നോടൊപ്പം കൂട്ടാറുണ്ട്. ആൻഡ് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് അത് ഗ്രാബ് ചെയ്ത് പഠിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, വെരി ഗുഡ്. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ വർക്കെല്ലാം ചെയ്യും. ഫ്രിഡ്ജിൻ്റെ വർക്ക് അത്ര ഉണ്ട് ചെയ്യില്ല, മറിച്ച് വാഷിംഗ് മെഷീൻ്റെ എല്ലാ റിപ്പയർ വർക്കും ഈ മോള് ചെയ്യും. അതിലേറ്റവും എനിക്ക് കൗതുകം തോന്നിയത്, പുള്ളിക്കാരിക്ക് ഒരു ചെറിയൊരു ബാഗുണ്ട്, കുറേ ടൂൾസൊക്കെ ഇട്ട് വയ്ക്കാൻ. ഞാൻ മുൻകാലങ്ങളിൽ 1-2 വീഡിയോകളിൽ ഞാൻ കുട്ടികൾക്ക് ഇങ്ങനെയുള്ളൊരു കുഞ്ഞു പ്രാക്ടീസ് കൊടുക്കണമെന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഓർക്കുകയായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്താൻ എളുപ്പമാണ്, അസമയത്ത് എളുപ്പം അല്ലതാനും. കാരണം ഇവരെ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ അവരുടെ പേരൻസ് മുൻകൈ എടുക്കണം. നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ വിട്ട് ഇവരവിടെ പഠിപ്പിച്ച് അവരെ ബിരുദം കഴിഞ്ഞു, ബിരുദാനന്തര ബിരുദമൊക്കെ കഴിഞ്ഞ് ഇവർ വരുമ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യത്തിൽ ഇവർ പിന്നോക്കം നിൽക്കും. എവിടെ ഏത് ഓഫീസിൽ പോയാലും വാട്ട് ഈസ് യുവർ ബേസിക് എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഫ്രഷ് ഹാൻഡ്സ് എന്നേ പറയൂ. എന്നാൽ ഈ കുട്ടിയുടെ അച്ഛൻ്റെ പേര് വിജയകുമാർ, അതായത് ജയകുമാറിനെ പോലുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഒത്തിരി കുട്ടികളെ അവരെ സ്മാർട്ടാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ ജയകുമാറിനോട് പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടം തോന്നി ആ കൊച്ചിൻ്റെ ആ സ്മാർട്ട്നെസ്സും അതുമെല്ലാം. ഞാൻ പേര് ചോദിച്ചു, നല്ല രീതിയിൽ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 16 വയസ്സെത്തുമ്പോൾ മോളൊരു കുഞ്ഞ് സ്കൂട്ടർ എടുക്കണം, അതായത് ഇലക്ട്രിക് സ്കൂട്ടറിന് ലൈസൻസ് വേണ്ട. ആ സന്തോഷത്തോടെ അത് വളരെ ഇഷ്ടം തോന്നി. അപ്പോൾ ഞാനൊരു കൂൾ ഡ്രിങ്ക്സൊക്കെ കൊടുത്തു. ചെയ്യുന്ന അതിൻ്റെ ചെക്കിങ് അതെല്ലാം നോക്കി വളരെ കൗതുകത്തോടൊപ്പം ഞാൻ നോക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ പറയും, മോളെ ആ ടൂൾസ് എടുക്കുക, ഇന്ന സ്ക്രൂ എടുക്കുക, എല്ലാം എടുത്തെടുത്ത് ഞാൻ കൊടുക്കുകയാണ്. ഹൗ നൈസ്. ഈ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് ഇതിനെ ഒരു ഗൗരവമായി എടുക്കണം. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും നിങ്ങൾ മെക്കാനിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമയം കിട്ടുമ്പോൾ, അവർ ഫ്രീ ആയിരിക്കുമ്പോൾ, വെക്കേഷൻ ഉള്ളപ്പോൾ നിങ്ങളോടൊപ്പം കുട്ടികളെയും ഒന്ന് കൂട്ടുക. നിങ്ങളറിയുന്ന അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. ഒരുപക്ഷേ അവർക്ക് നല്ല രീതിയിൽ അതിൽ ഷൈൻ ചെയ്യാൻ പറ്റും. ഒരു ചെറുപ്പത്തിൽ കിട്ടുന്ന കൊച്ചു അതിനെ പഠിക്കാനുള്ളൊരു ആവേശവും ഒരു ബുദ്ധിയൊക്കെ അതിനുണ്ടാകും. അതിന് നമ്മളൊരു ബേസിക് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ കം അപ്പ്. നാളെ ഇവരാരുടെ ഫ്രണ്ടിലും പോയി കയ്യും കെട്ടി എനിക്കൊരു ജോലി വേണമെന്ന് പറയാൻ അവരുണ്ടാവില്ല, അവർ നിൽക്കില്ല. അവരെല്ലാം സ്വയമേ പഠിച്ച് മുകളിലോട്ട് കയറും. നിങ്ങൾക്കറിയാം, ഒരു GT നായിഡു എന്ന് പറഞ്ഞു കോയമ്പത്തുള്ള ഒരു മെക്കാനിക്കുണ്ട്. അദ്ദേഹം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ
ആൾക്കാരിൽ നിന്ന് ഇപ്പോൾ ചെയ്യുന്ന പലതും ഇങ്ങനെ പണ്ട് എവിടെ ചെയ്യും GT നായിട്ട് അദ്ദേഹം റേഡിയോ ഇങ്ങനെയുള്ള പല ഐറ്റംസും അതിന് തോമസ് ആൽവ എഡിസൺ എത്രയോ ആയിരങ്ങൾ പരീക്ഷണങ്ങൾ ചെയ്താണ് അദ്ദേഹം പല പരീക്ഷണവും കണ്ടെത്തിയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ആൾക്കാരുടെ ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഒരു ചെറിയൊരു വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ആൾക്കാർ സമയത്തിന് കിട്ടത്തില്ല. പിന്നെ അവസാനം വന്ന് വല്ല ഓടികൾ അതർ സ്റ്റേഷനിലുള്ള ജോലിക്കാർ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും ഈ കാലത്താണ് സമയം വളരെ വൈകിപ്പോയി. പക്ഷേ എങ്കിലും ഉള്ള സമയം കൊണ്ട് ഒരു വീട്ടിലുള്ളൊരു ഇലക്ട്രീഷ്യനാണോ, മെക്കാനിക്കാണോ, വെൽഡറാണോ, അല്ല പ്ലംബറാണോ, എന്ത് ടെക്നീഷ്യൻ ആയിക്കോട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും മക്കളെയും ഒപ്പം കൂട്ടുക. അവർക്ക് നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞു കൊടുക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിലെയും നെയ്ബേഴ്സിനുള്ള വീട്ടിലെ വർക്കും അവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അവർക്ക് അവരുടെ കുഞ്ഞ് പോക്കറ്റ് മണിയൊക്കെ കരസ്ഥമാക്കാൻ പറ്റുമല്ലോ. ബട്ട് എനിവേ അവർ പഠിക്കുകയും വേണം, പഠിത്തവും വേണം. ഇങ്ങനെയുള്ളൊരു ടെക്നിക്കൽ മൈൻഡും അവരുടെ ഉണ്ടാകണം. ഇതില്ലെങ്കിൽ ആ കുട്ടികളെ മൊബൈലും കൊടുത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ടൂർ അടിക്കുന്നതിന് പകരം ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ സ്മാർട്ടാകും, നിങ്ങൾക്ക് സന്തോഷം കാണും. നമുക്ക് ഈ കുട്ടികൾ എവിടെയും സ്വന്തം അവരുടെ ബ്രെഡ് കഴിക്കാനുള്ള, അവരുടെ ആഹാരം കഴിക്കാനുള്ള സംവിധാനം അവർക്ക് ഏൺ ചെയ്യാൻ ഏതാണ്ട് ഒരു 15-18 വയസ്സിന് സാധിക്കും. അതേത് വളരെ സാമ്പത്തികമായിട്ട് നല്ല സൗകര്യമുള്ളവരായിരുന്നാലേ ഇങ്ങനെ എൻ്റെ മക്കളെ എങ്ങനെ കൊന്നിട്ട് അങ്ങനെ ഒരു തെറ്റായ ധാരണയാണ്. അല്ല, പഠിക്കണം. അവരുടെ ടൈമിനെ മൊത്തം ബിസിയാക്കണം. പഠിത്തം കഴിഞ്ഞാൽ അവർ മറ്റെന്തിലെങ്കിലും എൻഗേജ് ചെയ്യിപ്പിക്കണം. അത് ചെയ്യിപ്പിച്ചാൽ അവർക്ക് നല്ലത്, കുടുംബത്തിന് നല്ലത്, സമൂഹത്തിന് നല്ലത്, രാജ്യത്തിന് നല്ലത്. ഇങ്ങനെയുള്ളൊരു മെക്കാനിക്കൽ സെൻസിൽ പോണ കുട്ടികൾ ഒരു ചെറുപ്പത്തിൽ ഏതെങ്കിലും ഇങ്ങനെയുള്ള ഒരു വർക്ക് പഠിക്കാൻ സാധിക്കുന്ന പിള്ളേരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതല്ലെങ്കിൽ അവർ പോയി അറിയാത്ത കൂട്ടുകാരുമായിട്ട് അവർ വേറെ അൺഡ്യൂ തിങ്സും മറ്റു പല കലാപരിപാടി ഇടപെട്ട് കഴിഞ്ഞ് ഇവരെ നമുക്ക് കയ്യിൽ കിട്ടത്തില്ല. മറിച്ച് അവർക്ക് തന്നെ ഒരു ഏണിങ് ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മൾ തുടക്കത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ഡെവലപ്പ്. നാളെ നിങ്ങൾ അവരിൽ കൂടി സന്തോഷം കണ്ടെത്താൻ ഉള്ളൊരു വഴിയാണ് നിങ്ങളിപ്പോൾ തുറക്കുന്നതെന്ന് കരുതുക. അതുകൊണ്ട് ഇന്ന് ഞാൻ ആ കുട്ടിക്ക്, അഞ്ജനയ്ക്കും അതിൻ്റെ ആ കുട്ടിയുടെ ഫാദർ മിസ്റ്റർ ജയകുമാറിനും നമുക്കെല്ലാം ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. ഇതാണ് വേണ്ടത്. എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ ഇതുപോലെ കുട്ടികളെ മെജ് ചെയ്തെടുക്കണമെന്ന് എൻ്റെ 1-2 വീഡിയോയിൽ പറഞ്ഞു. അറ്റ്ലീസ്റ്റ് എനിക്കിന്നതൊന്ന് കാണാൻ പറ്റി. സുഹൃത്തുക്കളെ, നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ കുറച്ച് പണവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് കുട്ടികളെ വഷളാക്കരുത്. അവർ ജീവിക്കുന്ന ബൈക്കും എടുത്ത് കൊടുത്ത് അവരുടെ എല്ലാ ആഡംബരത്തിനും കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ഇതിൽ 90% വേസ്റ്റ് ക്യാരക്ടറായി പോവുകയാണ്. മറിച്ച് നിങ്ങളൊരു 10% ആൾക്കാരെ ഇങ്ങനെ നമ്മൾ വളർത്തിയെടുത്തില്ലെങ്കിൽ നാളെ നമ്മൾ നോവേറായി പോകും. നമ്മുടെ ചിന്താഗതി ഇതെല്ലാം നമ്മൾ മാറ്റിയെടുക്കുക. കുട്ടികളെ ഒപ്പം കൂട്ടുക. മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നത് കുട്ടികളെ മനസ്സിലാക്കണം. അപ്പോഴവർക്ക് അതിൻ്റെ പൈസയുടെ വില അറിയാം. അവിടെ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. അവർക്ക് സ്വയം എന്തെങ്കിലും ഏൺ ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാകും. സോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരിലും ഇങ്ങനൊരു ടെൻഡൻസി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.